നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലിയ കൈകൊണ്ട് തന്നെ അവൾ എന്നെ തലോടും. അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ധനുഷ് ആരാണെന്നും എന്താണെന്നും കേട്ടറിഞ്ഞ അവളെ അനുഭവത്തിലൂടെ ഞാൻ പഠിപ്പിക്കും. അതിനു വേണ്ടി ഞാൻ അവളെ വിവാഹം കഴിക്കും. എന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ അവൾ ജയിലിൽ പോയി അവനെ കണ്ടു. ഇനി ഞാൻ എതിർക്കുന്നത് അവരുടെ ബന്ധത്തെയാ. ആ എതിർപ്പ് കൂടി ലംഘിച്ച് അവൾ അവനൊപ്പം പോയാൽ സേതുമാധവൻ എന്ന അച്ഛൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അത് ഓർമ്മയിൽ വെച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. എന്താ നന്ദേട്ടന്റെ മനസ്സില്? സ്നേഹ പറയുന്നതും അച്ഛൻ പറയുന്നതും രണ്ടും രണ്ടാ. ആരെ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത്? ചിലപ്പോ നന്ദേട്ടൻ പറഞ്ഞ ധനുഷ് അനുസരിക്കും. എല്ലാം വിട്ടിട്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ നന്ദേട്ടൻ അവനോടൊന്ന് പറയണം. നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ഭാവി നോക്കിയല്ലേ പറ്റുള്ളൂ. നിങ്ങള് ടെൻഷൻ ആവണ്ട. ധനുഷ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. സ്നേഹയും കൊണ്ടാ ഞാൻ പോകുന്നത്. അവൻ ഇങ്ങോട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ ചെന്ന് അവളെയും കൂടെ നിർത്തി ഒരു പരിഹാരം കാണാം. രണ്ടിലും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അച്ഛനും സ്നേഹയും നമുക്ക് നഷ്ടപ്പെടരുത്. അതിനെന്താ വഴിയെന്ന് ഞാനത് നോക്കട്ടെ. സ്നേഹം കൊണ്ട് നന്ദേട്ടൻ പോയാൽ അവനിനി എന്ത് തീരുമാനിച്ചിറങ്ങുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുമാത്രമല്ല, സ്നേഹ അവനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നാളെ നമുക്കൂടെ ഒന്ന് പോവാൻ സച്ചേട്ടാ. നന്ദേട്ടനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. ആരും അറിയാതെ നമുക്കും അവിടെ പോണം. മാഷ് ഉറങ്ങിയില്ലല്ലേ? അല്ലെങ്കിലും ഇന്നത്തെ ദിവസം മാഷിന് ഒട്ടും ഉറക്കം വരില്ലെന്ന് എനിക്കറിയാം. നാളെ സുഖമായിട്ട് ഇറങ്ങാലോ. അല്ല, ഇവിടുന്ന് നാളെ ഇറങ്ങിയ മാഷ് എങ്ങോട്ടാ പോകുന്നത്? പറയത്തക്ക കാര്യം അങ്ങനെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നല്ലപോലെ ജീവിക്കും മാഷേ. എന്നെ പോലെയൊന്നും അല്ലല്ലോ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒളിച്ചോടി പോകാനൊക്കെ പറ്റുമോ? അനുഭവിച്ചതിനൊക്കെ പകരം ചോദിക്കാതെ പോയാ എങ്ങനെയാ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്? എനിക്ക് പറയത്തക്ക രീതിയിൽ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? നെല്ലിശ്ശേരി വീട്ടിലെ എല്ലാവരും എന്റെ ബന്ധുക്കളാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അങ്ങോട്ടേക്കാണോ പോകുന്നത്? അതെ, അവിടേക്ക് തന്നെ പോവും. എന്നിട്ട് മുടങ്ങിയ കല്യാണം വീണ്ടും നടത്തും. അവൾ എനിക്കുള്ളതാ, സ്നേഹ. അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. എന്നെ കൈനീട്ടി അടിച്ചവളാ അവള്. വലിയ കൈകൊണ്ട് തന്നെ അവൾ എന്നെ തലോടും. അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ധനുഷ് ആരാണെന്നും എന്താണെന്നും കേട്ടറിഞ്ഞ അവളെ അനുഭവത്തിലൂടെ ഞാൻ പഠിപ്പിക്കും. അതിനു വേണ്ടി ഞാൻ അവളെ വിവാഹം കഴിക്കും. അതെന്റെ 3.5 തരം ഉറപ്പാ. നന്ദേട്ടനും സ്നേഹയും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കുറപ്പാ അവർ രണ്ടുപേരും ധനുഷിനെ കാണാൻ വേണ്ടി തന്നെ പോയതാ. അവര് ധനുഷിനെ കാണുന്നതിന് മുമ്പ് നമുക്കവനെ പോക്കണം. അവനെ കൈ കിട്ടിയ പിന്നെ അവൻ സ്നേഹയുടെ മുന്നിൽ വരാൻ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നന്ദേട്ടനെ സ്നേഹയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
എന്റെ ടെൻഷൻ അതല്ല. നന്ദേട്ടൻ ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നോ? സ്നേഹയുടെ മുന്നിൽ വെച്ച് ധനുഷിനെ പറഞ്ഞ് വിലക്കാനാണോ, അതോ സ്നേഹയുടെ ഇഷ്ടം ഗതികേട് കൊണ്ട് സമ്മതിക്കുമെന്നോ അറിയില്ലല്ലോ. അതാ ഏട്ടത്തി, അവന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവനെ പൊക്കണമെന്ന് പറഞ്ഞത്. അപ്പോ നമ്മുടെ ഈ പ്ലാൻ നടന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. സ്നേഹയെ രക്ഷിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് നോക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ കൈവിട്ട് കളയാൻ നിവൃത്തിയുള്ളൂ. നന്ദേട്ടാ, ഈ നിമിഷം വരെ നന്ദേട്ടൻ എന്റെ ഇഷ്ടത്തിന് എന്റെ കൂടെ നിന്നു. ഇപ്പോഴേ ഈ ആഗ്രഹം സാധിച്ചു തരുന്നു. ധനുഷിന്റെ കൂടെയുള്ള എന്റെ നല്ല ജീവിതത്തിനെ പറ്റിയല്ലാതെ മറ്റൊന്നും നന്ദേട്ടൻ ആലോചിക്കരുത്. ഞങ്ങൾ ഇരുവരെയും കൂട്ടിച്ചേർക്കാനല്ലാതെ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നന്ദേട്ടന്റെ നാവിൽ നിന്ന് ഒരു വാക്കും വരില്ലെന്ന് എനിക്കറിയാം. മറിച്ചാണെങ്കിൽ തുറന്നു പറയണം. ഞാൻ ഇവിടെ നിന്ന് ധനുഷിനൊപ്പം പോവും. നീ ഇതെപ്പോഴും എന്നോട് ആവർത്തിക്കണ്ട. നിന്റെ കണ്ണീരുടെ അവസ്ഥയും കണ്ട അച്ഛനെ വരെ ഓർപ്പിച്ച് ഞാനിപ്പോ കൂടെ നിൽക്കുന്നത്. എന്തായാലും ധനുഷിനോട് ഞാനത് സംസാരിക്കട്ടെ. നിന്നെ അവനെ ഒരുമിച്ച് നിർത്തി സംസാരിച്ചിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ. ആ തീരുമാനം നിനക്ക് അനുകൂലമാകാൻ ഒരു ഏട്ടനെന്ന നിലയിൽ ഞാൻ ശ്രമിക്കാം. ഒരു കാരണവശാലും ധനുഷിനെ മറ്റാരുടെയും കയ്യിൽ കിട്ടരുത്. നിങ്ങളെ ഞാനാണ് പറഞ്ഞു വിടുന്നതെന്ന് ആരോടും പറയുകയും ചെയ്യരുത്. ആർക്കും ഒരു സംശയം തോന്നാത്ത തരത്തിലാവണം നിങ്ങൾ അവനെ എന്റെ മുന്നിൽ എത്തിക്കാൻ. ശരി ശരി മാഡം. ഇന്നാണ് എന്റെ കാത്തിരിപ്പിന്റെ അവസാനം. എന്റെ ഇക്കയെ കൊന്നവനെ ഞാൻ കൊലപ്പെടുത്തുന്ന ദിവസം. നന്ദേട്ട സ്നേഹം ആകെ കുഴപ്പമായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടോ? നമുക്ക് നോക്കാം സന്ദീപ്. ധനുഷ് പുറത്തേക്ക് വരട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മാഡം, ഞങ്ങൾ ഗേറ്റിന് പുറത്തെത്തി. അവൻ ഗേറ്റിന് പുറത്തെത്തിയ ഉടനെ അവനെ പിടിച്ച് വണ്ടി കയറ്റണം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.